ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സഹകാരി റേസ് പ്ലസിന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആക്ട്സിലെ പുതിയൊരു ആക്ടായ കേരള സംസ്ഥാന സേവനാവകാശ നിയമം 2012, ദ കേരള സ്റ്റേറ്റ് റൈറ്റ് ടു സർവീസ് ആക്ട് 2012 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടാണ്. പൊതുജനങ്ങൾക്കും അതേപോലെ തന്നെ നാളെ സർവീസിൽ കയറുന്ന നിങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടാണ്. നമുക്ക് ആക്ടിലേക്ക് കിടക്കാം. കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. സേവന അവകാശ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓരോ ഓഫീസും നൽകുന്ന സേവനങ്ങൾ ലഭ്യമാക്കുന്ന കാലപരിധി വ്യക്തമാക്കണം. അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലപരിധിക്കുള്ളിൽ ലഭ്യമാക്കിയില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ പിഴ കൊടുക്കണം. നാളെ കറക്റ്റ് സമയത്തൊക്കെ വരുന്ന ആൾക്കാർക്ക് സേവനം നൽകിയില്ലെങ്കിൽ അവസാനം പിഴയൊക്കെ കൊടുക്കേണ്ടി വരും. എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണം. ആൻസർ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് കേരള സ്റ്റേറ്റ് റൈറ്റ് ടു സർവീസ് ആക്ട് 2012? Restrict access to government service, increase bureaucracy in service delivery, expedite the delivery of service to citizens, increase access to government services. ഇനി അതേപോലെ തന്നെ ഇത് ഈ ഒരു നിയമത്തിന്റെ വർഷവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇനി റൈറ്റ് ടു സർവീസ് മെൻഷൻഡ് ആൻഡ് ഇസ് അവൈലബിൾ ടു ആർക്കൊക്കെയാണ് ഇത് അവൈലബിൾ ആവുന്നത്? ജനറൽ പബ്ലിക്, കൺസേൺ പേഴ്സൺ, എലിജിബിൾ പേഴ്സൺസ്, ആപ്ലിക്കൻസ്. ഇതൊക്കെ ഒരു ഡൗട്ട് വരും. ഈ പറയുന്ന ഇതിന്റെ ഒരു ഉത്തരവൊക്കെ ആക്ട് പറയാത്തുള്ള ഒരാൾ അല്ലെങ്കിൽ ആക്ട് പഠിച്ചിട്ടില്ലാത്ത ഒരാൾ തെറ്റിച്ചേ എഴുതത്തുള്ളൂ. പക്ഷെ ആക്ട് പഠിച്ചിട്ടുള്ള ഒരാൾ ഈ പറയുന്ന ഓപ്ഷനിൽ കൂടെ ഒന്നിങ്ങനെ കണ്ണോട്ടിച്ച് പോകുമ്പോൾ തന്നെ, അതായത് ഈ പറയുന്ന നമ്മുടെ ക്ലാസ് കഴിയുന്ന സമയത്ത് നിങ്ങളും ഈ പറയുന്ന ഓപ്ഷൻസിലൂടെ ഒന്ന് ഓട്ടിച്ച് പോകുമ്പോൾ തന്നെ അതിനുള്ള ഉത്തരം കിട്ടും. വീണ്ടും സ്റ്റിപ്പുലേറ്റഡ് ടൈം ലിമിറ്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ടൈം ലിമിറ്റ്, സമയബന്ധിതമായ കാര്യങ്ങൾ, അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അതെന്താണ് എന്നാണ് ആ ഒരു ചോദ്യം. നമുക്കിനി ആക്ടിലേക്ക് കിടക്കാം. നമ്മുടെ സേവനാവകാശ നിയമം. അപ്പൊ എന്താ സേവനാവകാശം? നമ്മുടെ പൗരന്മാർക്ക് പരാതികൾ കാണും അല്ലെ? ആ പരാതികൾ പരിഹരിക്കാനും അതേപോലെ തന്നെ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങളും പരാതികളും ഒക്കെ പരിഹരിച്ച് അവർക്ക് വേണ്ട സേവനങ്ങൾ അവരിൽ എത്തിക്കുന്നതിനും അതേപോലെ തന്നെ ഈ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് എത്തിക്കുന്നത് തടസ്സം നിൽക്കുന്ന അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് ചെയ്യാത്ത ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ ഉൾപ്പെടെ പരാമർശിക്കുന്ന ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ആക്ടാണ് 2012 സേവനാവകാശ നിയമം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടാണ്. ജനങ്ങളെ വളരെയേറെ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് നൽകിയ ആക്ടുകളിൽ ഒന്നാണ്. അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്ക്, ഇപ്പൊ നമുക്കറിയാം ഈ സ്ത്രീകൾ, കുട്ടികൾ, ഇവർക്കൊക്കെ എതിരെ അല്ലെങ്കിൽ ഇവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള പല പല ആക്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഏതൊരു വ്യക്തിക്കും ഒരു പബ്ലിക്കിന് ഒരു സർക്കാർ ഓഫീസിൽ ചെന്നാൽ ഒരു സർക്കാർ ഓഫീസിൽ നിന്ന് ലഭിക്കേണ്ട സർവീസുകൾ അത് കറക്റ്റായിട്ട് ലഭിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമമാണ് നമ്മുടെ സേവനാവകാശ നിയമം. 2012 ഉമ്മൻചാണ്ടി സർക്കാർ, നമ്മുടെ മുന്നത്തെ UDF സർക്കാരിന്റെ സമയത്ത് വന്ന ഒരു നിയമമാണ്. അപ്പൊ ഇതിന്റെ എല്ലാം ഈ പറയുന്ന കേരള ജനങ്ങൾ മൊത്തം ഗുണഭോക്താക്കളാണ്. ഈ പറയുന്ന നിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ, അതായത് ഈ എക്സാം എഴുതുന്ന ആൾക്കാർ, നിങ്ങൾക്ക് പല എക്സാമിന് പല സർട്ടിഫിക്കറ്റുകൾ കൊടുക്കേണ്ടി വരും. ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ അല്ലെങ്കിൽ താലൂക്ക് ഓഫീസിലൊക്കെ ചെന്ന് പോകുന്ന സമയത്ത് നല്ല ഓഫീസർ, നല്ല ഉദ്യോഗസ്ഥരാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ അവർ ചില സമയത്ത് വളരെ പെട്ടെന്ന് ചേരും, അല്ലെങ്കിൽ ചിലപ്പോൾ വളരെയേറെ നമ്മളെ ബുദ്ധിമുട്ടിക്കും, പല പല കുഞ്ഞു കുഞ്ഞു കാരണങ്ങൾ പറഞ്ഞ് നിരസിക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഇല്ലാണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമമാണിത്. പാൻ ആക്ട് ടു പ്രൊവൈഡ് ഫോർ ദ ഡെലിവറി ഓഫ് സർവീസ് ടു ദ ജനറൽ പബ്ലിക്, അതായത് പൊതുജനത്തിന് സർവീസ് ഡെലിവറിക്ക് വേണ്ടി വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം ഫ്രെയിം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ കാര്യങ്ങളും ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, പൊതുജനത്തിന്റെ പരാതി പരിഹരിക്കുക. പക്ഷെ പരാതി പരിഹരിക്കുക എന്ന് മാത്രമല്ല, പൊതുജനത്തിന്റെ പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കുക. അതേപോലെ തന്നെ അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആക്ടിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ. ഇപ്പൊ നേരത്തെ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞൊരു കേസ് തന്നെ, ഇപ്പൊ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി നിങ്ങൾ വില്ലേജ് ഓഫീസിൽ പോകുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ അടുത്ത മാസത്തിനുള്ളിൽ വേണ്ട അല്ലെങ്കിൽ ആ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയായിരിക്കും ആ ഒരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ മേടിക്കുന്നത്. അത് 1 വർഷം കഴിഞ്ഞ് കിട്ടിയാൽ ശരിയാവോ? ഒരിക്കലും ഇല്ല. നമ്മളൊരു വീടിന്റെ പെർമിറ്റിന് വേണ്ടി നമ്മുടെ കോർപ്പറേഷനിൽ പോകണം.
അതും എപ്പോഴെങ്കിലും ഒരു വർഷം നമ്മൾ നടത്തിപ്പിച്ചിട്ട് അതിന് ശേഷം കിട്ടിയാൽ ശരിയാവോ? ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ പറയുന്ന ഒരു സർവീസ് സമയബന്ധിതമായി ലഭിക്കണം, അല്ലാതെ ഇത് എപ്പോഴെങ്കിലും ഒക്കെ ലഭിച്ചാൽ പറ്റത്തില്ല. ഈ സമയബന്ധിതം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഇനി ഒരു ആസ്പെക്റ്റും കൂടെയുണ്ട്, അഴിമതി തടയുക. അപ്പോൾ ഒരു 30 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരു പെർട്ടിക്കുലർ സർവീസ് അപേക്ഷകന് ലഭിച്ചിരിക്കണം എന്ന് പറയുന്നതിൽ കുറച്ച് കാര്യമുണ്ട്. പക്ഷേ ഇതേ സർവീസ് തന്നെ സർവീസ് ജനത്തിന് ലഭിക്കണം, പക്ഷേ അതിനൊരു സമയം നിശ്ചയിച്ചിട്ടില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ ഉദ്യോഗസ്ഥന് എത്ര വേണമെങ്കിലും ഈ അപേക്ഷകനെ ബുദ്ധിമുട്ടിക്കാമല്ലോ. അപ്പൊ അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് കിട്ടണമെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് കൈക്കൂലി പോലെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടൂടെ. അപ്പൊ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം പരിഹരിക്കുക ഉൾപ്പെടെ ചേർന്ന ഒരു ആക്ട് ആണ്. അതായത് സർവീസ് ഡെലിവറി മാത്രമല്ല, സമയബന്ധിതമായ സർവീസ് ഡെലിവറി, അതാണ് ഈ ഒരു ആക്ട് എയിം ചെയ്യുന്നത്. ആൻഡ് ഫോർ മാറ്റേഴ്സ് കൺസേൺ ദെയർ വിത്ത് ആൻ ഇൻസിഡന്റൽ ദെയർ ടു. 2012 ഈ ഒരു ആക്ട് വരുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 4 2012 ഓഗസ്റ്റ് 4 അന്നത്തെ ഗവർണർ ആയിരുന്നത് ഹൻസ്രാജ് ഭരദ്വാജ് ആയിരുന്നു. അപ്പൊ അദ്ദേഹമാണ് ഈ ഒരു നിയമത്തിന് അസെന്റ് നൽകുന്നത്. അതേ വർഷം തന്നെ കേരള പിറവി ദിവസം 2012 നവംബർ 1 ഈ ഒരു നിയമം നിലവിൽ വരുന്നു. കേരള പിറവി ദിവസം നിലവിൽ വരുന്നു. ഹൻസ്രാജ് ഭരദ്വാജ്, ഞാൻ പറഞ്ഞു തൊട്ട് മുന്നത്തെ UDF സർക്കാർ, ഇപ്പോഴത്തെ നമ്മുടെ UDF സർക്കാരിന് മുന്നത്തെ UDF സർക്കാരായ നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് പ്രാബല്യത്തിൽ വന്ന നിയമമാണ്. ഇനി 2012 18ാമത്തെ നിയമമാണ്, 18ാമത്തെ ആക്ട് ആണ്. മൊത്തം 12 സെക്ഷൻ, വളരെ ചെറിയൊരു ആക്ട് ആണ് കേട്ടോ, വളരെ ചെറിയൊരു ആക്ട് ആണ്. അതായത് കണ്ടന്റ് ബേസ് ചെറുതാണ്. ഇപ്പൊ സെക്ഷൻസ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, 12 സെക്ഷൻസേ ഉള്ളൂ. ഇപ്പൊ പലതും നമ്മുടെ കൂടുതലും സെക്ഷൻസിന്റെ എണ്ണം 25 മുകളിലോട്ടൊക്കെയാണ് അല്ലെ. പക്ഷെ ഇവിടെ വെറും 12 സെക്ഷൻസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ആക്ട് ആണ്. റിലേറ്റഡ് ഫാക്ട്സ്, അപ്പൊ ഇതിനെ പറ്റിയുള്ള ചരിത്രം കുറച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇന്ത്യയിൽ സേവനാവകാശ നിയമം അവരുടെ പൗരന്മാർക്ക് അല്ലെങ്കിൽ തങ്ങളുടെ പൗരന്മാർക്ക് പൗരന്മാർക്ക് നൽകാൻ വേണ്ടി ഒരു നിയമം കൊണ്ടുവന്ന സർക്കാർ എന്ന് പറയുന്നത് മധ്യപ്രദേശ് സർക്കാരാണ്. അതായത് തങ്ങളുടെ പൗരന്മാർക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അവരുടെ സേവനങ്ങൾ അവരിലേക്ക് സമയബന്ധിതമായി എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു സേവനാവകാശ നിയമം ആദ്യമായി ഇന്ത്യയിൽ കൊണ്ടുവന്ന സംസ്ഥാനം എന്ന് പറയുന്നത്, ഇന്ത്യക്കകത്ത് ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റിന്റെ ലെജിസ്ലേഷൻ ആയിരുന്നില്ല, അതിനു മുന്നേ തന്നെ മധ്യപ്രദേശ് സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നു. അപ്പൊ ആ ഒരു നിയമത്തിന്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് മധ്യപ്രദേശ് ലോക് സേവോം കി പ്രധാൻ കി ഗ്യാരണ്ടി അധിനിയം. മധ്യപ്രദേശ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. മധ്യപ്രദേശ് ലോക് സേവോം കി പ്രധാൻ കി ഗ്യാരണ്ടി അധിനിയം. മധ്യപ്രദേശ് ലോക് സേവോം കി പ്രധാൻ കി ഗ്യാരണ്ടി അധിനിയം, ഇതാണ് ആ ഒരു നിയമത്തിന്റെ ഒറിജിനൽ പേര്. ഇത് 2010 ഓഗസ്റ്റ് 18 എനാക്ട് ചെയ്തത്. അതേ വർഷം തന്നെ സെപ്റ്റംബർ 25 ഇംപ്ലിമെന്റും ചെയ്തു. ഈ പറയുന്ന 2 ഡേറ്റ്സ്, അതേപോലെ തന്നെ ഈ നിയമത്തിന്റെ പേര്, അതേപോലെ സംസ്ഥാനം മധ്യപ്രദേശ്. നിയമത്തിന്റെ പേര് ഉള്ളപ്പോൾ തന്നെ നമുക്കറിയാം സംസ്ഥാനം. അപ്പൊ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സേവനാവകാശ നിയമം കൊണ്ടുവന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. രണ്ടാമതായി കൊണ്ടുവന്നത് ബീഹാറാണ്. അപ്പൊ ഒരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ ഈ മധ്യപ്രദേശിന്റെ ഈ ഒരു നിയമത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ യുഎൻ്റെ തന്നെ UNPSA എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻസ് പബ്ലിക് സർവീസ് അവാർഡ് എന്ന് പറയുന്ന ഒരു അവാർഡ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർവീസ് ഡെലിവറി ഇംപ്രൂവ് ചെയ്തു എന്നുള്ള ഒരു കാറ്റഗറിയിൽ അവർക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതായത് അവർക്കെന്ന് പറഞ്ഞാൽ മധ്യപ്രദേശ് സർക്കാരിന് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ കാറ്റഗറി എന്ന് പറയുന്നത് ഇംപ്രൂവിംഗ് ദ ഡെലിവറി ഓഫ് പബ്ലിക് സർവീസസ്, റിക്കഗ്നൈസിംഗ് ദ ആക്ട്സ് പയനീറിംഗ് ഫ്രെയിംവർക്ക് ദാറ്റ് മാൻഡേറ്റഡ് ടൈം ബൗണ്ട് ഡെലിവറി ഓഫ് പബ്ലിക് സർവീസ് ആൻഡ് എൻഷുർഡ് അക്കൗണ്ടബിലിറ്റി. അപ്പൊ ഈ ഒരു കാര്യത്തിലും ഇത് തന്നെയാണ്, ഈ പറയുന്ന ടൈം ബൗണ്ട് ഡെലിവറി ഓഫ് പബ്ലിക് സർവീസ് ആൻഡ് എൻഷുർഡ് അക്കൗണ്ടബിലിറ്റി. അപ്പോൾ ഏത് അവാർഡാണ് ലഭിച്ചത്? യുണൈറ്റഡ് നേഷൻസ് പബ്ലിക് സർവീസ് അവാർഡ് UNPSA ആണ് ലഭിച്ചത്. അപ്പൊ മധ്യപ്രദേശ് സർക്കാരിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത് ഈ ഒരു ആക്ടിന്റെ പേരിൽ. രണ്ടാമതായി ഇങ്ങനെ ഒരു സേവനാവകാശ നിയമം ഇന്ത്യയിൽ കൊണ്ടുവന്ന സംസ്ഥാനം ബീഹാറാണ്. 2011 ജൂലൈ 25. 2011 ജൂലൈ 25
ഇന്ത്യയിൽ രണ്ടാമതായി ഒരു സംസ്ഥാനം സേവനാവകാശ നിയമം കൊണ്ടുവരുന്നത്. അപ്പൊ ഇന്ന് നിലവിൽ ഏകദേശം മൊത്തം യൂണിയൻ ടെറിട്ടറീസും അതേപോലെ തന്നെ സ്റ്റേറ്റ്സും ഒക്കെ എടുക്കുകയാണെങ്കിൽ 22ഓളം സംസ്ഥാനങ്ങൾ, അതായത് ഇത് 2025 ഒരു കണക്കാണ്, ഒഫീഷ്യൽ കണക്കാണ്. ഇപ്പൊ 2026 കണക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ അതനുസരിച്ചാണെങ്കിൽ 22 മുതൽ 24 വരെ എന്നൊക്കെയാണ് ഉള്ളത്. പക്ഷെ അതൊന്നും ഒഫീഷ്യൽ ആയിട്ടുള്ള ഡേറ്റാസ് അല്ല, ഇത് ഒഫീഷ്യൽ ആയിട്ടുള്ള ഡേറ്റയാണ്. അപ്പൊ 22ഓളം സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറീസും കൂടെ ചേർത്താണ് പറയുന്നത്. യൂണിയൻ ടെറിട്ടറീസും സ്റ്റേറ്റ്സും ഉൾപ്പെടെ 22ഓളം സ്ഥലങ്ങളിൽ ഇന്ന് നിലവിൽ സേവനാവകാശ നിയമമുണ്ട്. ഇപ്പൊ നമ്മുടെ യൂണിയൻ ടെറിട്ടറീസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഡൽഹിയിലുണ്ട് നിയമം, ജമ്മു കാശ്മീരിലുണ്ട്, ലഡാക്കിലുണ്ട്, അതേപോലെ തന്നെ ദാദ്ര നഗർ ഹവേലി ആൻഡ് ഡാമൻ ആൻഡ് ഡിയുവിലുണ്ട്, അതേപോലെ പുതുച്ചേരിയിലും ചണ്ഡീഗറിലും ഉണ്ട്. അപ്പൊ ഇത്രയും സ്ഥലങ്ങളിലുണ്ട്. റൈറ്റ് ടു സർവീസ് ലെജിസ്ലേഷൻ ആർ മെന്റ് ടു റെഡ്യൂസ് കറപ്ഷൻ. അപ്പൊ ഇതിന്റെ വേറൊരു ഉദ്ദേശം എന്ന് പറയുന്നത് അഴിമതി തടയുക, ട്രാൻസ്പെറൻസി കൂട്ടുക, പബ്ലിക് അക്കൗണ്ടബിലിറ്റി കൂട്ടുക, അല്ലെ? ഈ പറയുന്ന സമയബന്ധിതമായി ജനങ്ങൾക്ക് ആ ഒരു സർവീസ് നൽകണം എങ്കിൽ അതുവഴി ട്രാൻസ്പെറൻസി അല്ലേ കൂട്ടുന്നത്? അഴിമതി നമുക്ക് ഈസി ആയിട്ട് കുറയ്ക്കാൻ കഴിയത്തില്ലേ, അല്ലെ? ഈ പർട്ടിക്കുലർ സമയത്തിനുള്ളിൽ ആ ഒരു വ്യക്തി സർവീസ് ആ ഒരു അപേക്ഷകന് നൽകിയിരിക്കണം, അല്ലെ? ഇല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് അപ്പീൽ പോകാൻ സാധിക്കും. ടൈം എന്ന് പറയുന്ന ഒരു കൺസ്ട്രെയിനും കൂടെ ഉണ്ടല്ലോ. ആ ഒരു കൺസ്ട്രെയിൻ ഇല്ലായിരുന്നുവെങ്കിൽ ആ ഒരു വ്യക്തിക്ക് അത് വെച്ച് നീട്ടായിരുന്നു. പക്ഷേ ഈ ടൈം ബൗണ്ട് ആയിട്ടുള്ള ഒരു കൺസ്ട്രെയിൻ അല്ലെങ്കിൽ ആ ഒരു പ്രൊവിഷനും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് അഴിമതി കുറയ്ക്കും, ട്രാൻസ്പെറൻസി കൂട്ടും, പബ്ലിക് അക്കൗണ്ടബിലിറ്റി കൂട്ടും. അപ്പൊ നമ്മൾ ഇനി ആക്ടിലേക്ക് കയറുവാണ്. സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽ ആൻഡ് കമൻസ്മെന്റ്. അപ്പൊ ഈ ഒരു നിയമത്തിന്റെ പേര് കേരള സംസ്ഥാന സേവനാവകാശ നിയമം 2012, ദ കേരള സ്റ്റേറ്റ് റൈറ്റ് ടു സർവീസ് ആക്ട് 2012, കേരള സ്റ്റേറ്റ് റൈറ്റ് ടു സർവീസ് ആക്ട് 2012. കേരള സർക്കാരിന് എന്നാണോ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ടത് അപ്പൊ ആ ദിവസം മുതൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാം. എങ്ങനെ? നമ്മുടെ ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷനായി ആ ഒരു ദിവസം മുതൽ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാവുന്നതാണ്. ഇനി ഡെഫിനേഷൻസിലേക്ക് നമുക്ക് അടുത്ത് നോക്കാം. ഡെസിഗ്നേറ്റഡ് ഓഫീസർ, ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ചുമതലപ്പെട്ട ഓഫീസർ. അപ്പൊ അതായത് പൊതുജനത്തിന് ഒരു പർട്ടിക്കുലർ സർവീസ് നൽകേണ്ട ഉദ്യോഗസ്ഥൻ ആരാണോ ആ ഒരു വ്യക്തിനെയാണ് ഡെസിഗ്നേറ്റഡ് ഓഫീസർ എന്ന് പറയുന്നത്. ആദ്യത്തെ ഡെഫിനേഷൻ ഇതാണ്. 2 സബ്സെക്ഷൻ എയിൽ വരുന്നത് ആണ് ഡെസിഗ്നേറ്റഡ് ഓഫീസർ. ഫസ്റ്റ് ഡെഫിനേഷൻ ആണ് ആക്ടിലെ. മീൻസ് ആൻ ഓഫീസർ ഡെസിഗ്നേറ്റഡ് ഫോർ പ്രൊവൈഡിംഗ് ദ സർവീസ് ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്. ഇപ്പൊ വിവരാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനുള്ള ഉത്തരം നൽകേണ്ടത് അല്ലെങ്കിൽ അതിന്റെ ഒരു അപേക്ഷയ്ക്കുള്ള റിപ്ലൈ നൽകേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ്. അപ്പോൾ ആ വിവരാവകാശവുമായി ബന്ധപ്പെട്ട ഡെസിഗ്നേറ്റഡ് ഓഫീസേഴ്സ് ആണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും ഈ പറയുന്ന APIOയും. ഇനി അടുത്തത് എലിജിബിൾ പേഴ്സൺ. ഒരു സേവനം ആവശ്യപ്പെടാൻ അധികാരമുള്ള ഒരു വ്യക്തിനെയാണ് എലിജിബിൾ പേഴ്സൺ അല്ലെങ്കിൽ എലിജിബിലിറ്റി ഉള്ള വ്യക്തിനെയാണ് എലിജിബിൾ പേഴ്സൺ. അപ്പൊ അതൊരു സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഇപ്പോൾ ഒരു ഫോർവേഡ് കാസ്റ്റുകാരന് OBC സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പറ്റത്തില്ല. പക്ഷെ OBC കാരനല്ലേ OBC സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ഏതൊരു വ്യക്തിക്കും എന്തൊരു സർവീസും അവൈൽ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ എനിക്ക് ഒരു പബ്ലിക് റെക്കോർഡ് ഒരു പബ്ലിക് ഓഫീസിൽ ചെന്ന് വിവരാവകാശ നിയമം വഴി എടുക്കാൻ പറ്റും. പക്ഷേ എനിക്ക് ഒരു ബന്ധവും ഇല്ലാത്ത അല്ലെങ്കിൽ എനിക്ക് ഒരു ആവശ്യവും ഇല്ലാത്ത ഒരു മൂന്നാം കക്ഷിയുടെ തേർഡ് പാർട്ടിയുടെ എനിക്ക് ഒരു ആവശ്യവും ഇല്ലാത്ത ഒരു ഡേറ്റ, പൊതു താല്പര്യം പോലും ഇല്ലാത്ത ഒരു ഡേറ്റ എനിക്ക് കളക്ട് ചെയ്യാൻ പാടാണ്. പറ്റും, പൊതു താല്പര്യം ഉണ്ടെങ്കിൽ പറ്റും. അത് ഈ പറയുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു വ്യത്യാസം ഞാൻ ജസ്റ്റ് ചെറിയ എക്സാമ്പിളാണ് പറഞ്ഞത്. ഈ എലിജിബിൾ പേഴ്സൺ എന്ന് പറയുന്നത് അത് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. ഇനി അടുത്തത് റൈറ്റ് ടു സർവീസ്. റൈറ്റ് ടു സർവീസ് മീൻസ് ദ റൈറ്റ് ഓഫ് ആൻ എലിജിബിൾ പേഴ്സൺ ടു ഒബ്റ്റെയിൻ എ സർവീസ് വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം. ഈ എലിജിബിൾ ആയിട്ടുള്ള വ്യക്തിക്ക് ഈ സമയബന്ധിതമായി ഈ സേവനം ലഭിക്കാനുള്ള അവകാശം, അതിനെയാണ് റൈറ്റ് ടു സർവീസ് എന്ന് പറയുന്നത്. ഒരു അപേക്ഷകന് അല്ലെങ്കിൽ എലിജിബിൾ ആയിട്ടുള്ള പേഴ്സണ് സമയബന്ധിതമായി ഈ സേവനം ലഭിക്കാനുള്ള അവകാശത്തിനെയാണ് റൈറ്റ് ടു സർവീസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സർവീസ്. സർവീസ് എന്ന് പറയുമ്പോൾ എന്തോ ആവാം. നമ്മുടെ വില്ലേജ് ഓഫീസിൽ പോയി ഒരു സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യുന്നതാവാം, കോർപ്പറേഷനിൽ പോയി പെർമിറ്റ് എടുക്കുന്നതാവാം,
അല്ലേ? ഇതെല്ലാം നമ്മൾ ഏതെങ്കിലും ഒരു ഫൈന് അല്ലെങ്കിൽ നമ്മുടെ കോർപ്പറേഷനിൽ ചെന്ന് നമ്മുടെ ബിൽഡിംഗ് ടാക്സ് അടയ്ക്കുന്നതാവാം. ഇതെല്ലാം എന്താണ്? ഓരോ സ്ഥലങ്ങളിൽ കിട്ടുന്ന സർവീസുകളാണ്. അപ്പൊ സിമ്പിളായിട്ട് നമുക്ക് പറയുവാണെങ്കിൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒന്നെങ്കിൽ ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ അകത്ത് നിന്ന്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് അവൈലബിൾ ആവുന്ന ഒരു സർവീസിനെയാണ് സർവീസ് എന്ന് പറയുന്നത്. മീൻസ് എനി സർവീസ് ടു ബി പ്രൊവൈഡഡ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് എനി ലോ ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ്. ആ ഒരു കാര്യം കൂടെ ഉണ്ടേ. അതായത് ഏതെങ്കിലും നിലവിലുള്ള നിയമങ്ങളുടെ ബേസിസിൽ ഏതെങ്കിലും ഒരു സർക്കാർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ, ഒരു സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നോ, അല്ലെങ്കിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നോ നിലവിലുള്ള നിയമങ്ങളുടെ ബേസിസിൽ ഒരു എലിജിബിൾ ആയിട്ടുള്ള പേഴ്സണ് അവെയിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നിനെയാണ് സർവീസ് എന്ന് പറയുന്നത്. ഫ്രം ദ ടൈം ടു ദ ജനറൽ പബ്ലിക് ബൈ ഓർ അണ്ടർ എനി ഡിപ്പാർട്ട്മെന്റ്. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, അല്ലെങ്കിൽ ഒരു പൊതുമേഖലാ സ്ഥാപനം, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി, നിയമം വഴി സ്ഥാപിതമായ ബോഡി, അതായത് കോൺസ്റ്റിറ്റ്യൂഷനിലില്ല, നിയമം വഴി സ്ഥാപിതമായ ഒരു ബോഡി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് നിലവിലുള്ള നിയമങ്ങളുടെ ബേസിസിൽ ഒരു എലിജിബിൾ ആയിട്ടുള്ള വ്യക്തിക്ക് സേവനം തേടാവുന്നതാണ്. ഇനി സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡ്. ഈ കാര്യങ്ങളെല്ലാം, ഈ സേവനങ്ങളെല്ലാം സമയബന്ധിതമായി ലഭിക്കണം എലിജിബിൾ പേഴ്സൺ. മീൻസ് ദ മാക്സിമം ടൈം, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മീൻസ് ദ മാക്സിമം ടൈം, മിനിമം അല്ല, മാക്സിമം ടൈം ഈ സർവീസ് ആ എലിജിബിൾ ആയിട്ടുള്ള വ്യക്തിക്ക് ലഭിക്കേണ്ട പരമാവധി പരിധി അല്ലെങ്കിൽ പരമാവധി ദിവസം, ആ ഒരു പരമാവധി മാക്സിമം ഡേയ്സിനുള്ളിൽ ആ ഒരു വ്യക്തിക്ക് റിപ്ലൈ ലഭിച്ചിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു സർവീസ് ലഭിച്ചിരിക്കണം. റിപ്ലൈ അല്ല, സർവീസ് എന്ന് പറയുന്നത്. മാക്സിമം ടൈം ലിമിറ്റ് നോട്ടിഫൈഡ് അണ്ടർ സെക്ഷൻ 3. സെക്ഷൻ 3ൻ്റെ അകത്ത് അതിനെപ്പറ്റി എടുത്ത് പറയുന്നുണ്ട്. സെക്ഷൻ 3 ഇങ്ങനെയാണ് അതിന്റെ എക്സാക്ട് ഡെഫിനേഷൻ. ഇത് ഈ സ്റ്റിപ്പുലേറ്റഡ് ടൈമിന്റെ ഒരു ഡെഫിനേഷൻ ഒക്കെ ചോദിച്ചാൽ ഈ വേർഡിങ്സ് അതേപോലെ ഓർത്ത് വെച്ചോ. ഇത് തന്നെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഇതേപോലെ തന്നെ വരത്തുള്ളൂ. മാക്സിമം ടൈം ലിമിറ്റ് നോട്ടിഫൈഡ് അണ്ടർ സെക്ഷൻ 3 ടു പ്രൊവൈഡ് ദ സർവീസ് ബൈ ദ ഡെസിഗ്നേറ്റഡ് ഓഫീസർ or to dispose of an application of such service. അതായത് ഈ പറയുന്ന സമയപരിധിക്കുള്ളിൽ എലിജിബിൾ ആയിട്ടുള്ള വ്യക്തിക്ക് ഈ ഒരു സർവീസ് ലഭിച്ചിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അത് നമുക്ക് പിന്നീട് വരുന്ന സ്ലൈഡ്സിലുണ്ട്. അപ്പോൾ നോക്കോ. ഇനി അടുത്തത് സെക്ഷൻ 3. അപ്പോൾ നേരത്തെ പറഞ്ഞ സെക്ഷൻ 2 ഡെഫിനേഷൻസ് ആയിരുന്നു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻസ് മാത്രമാണ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത്, മാത്രമാണ് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതും മാത്രമാണ്. Section 3, power to notify services, stipulated time limit, designated officer, etc. അപ്പോൾ ഈ ഒരു നിയമം നിലവിൽ വന്ന് 6 മാസത്തിനുള്ളിൽ സർക്കാരിന്റെ കീഴിൽ വരുന്ന, നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ വരുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും, എല്ലാ ഓർഗനൈസേഷൻസും, എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും, എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആ തങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്ന്, തങ്ങളുടെ ഓഫീസിൽ നിന്ന് ജനങ്ങൾക്ക് എന്തൊക്കെ സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അത് എത്ര സമയത്തിനുള്ളിൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ അപേക്ഷകന് ലഭിക്കും, അത് മേൽനോട്ടമുള്ള അല്ലെങ്കിൽ അതിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ, അതായത് ഡെസിഗ്നേറ്റഡ് ഓഫീസർ ആരാണ് എന്നത് ഉൾപ്പെടെ അടങ്ങുന്ന കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഗസറ്റിൽ, അതായത് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് പബ്ലിഷ് ചെയ്യണം എന്നാണ് നമ്മുടെ ഇവിടെ ആക്ടിൽ പറയുന്നത്. അവരുടെ ഓഫീസിലും അത് പ്രദർശിപ്പിച്ചിരിക്കണം. ഇവിടെ നോട്ടിഫിക്കേഷനിൽ പ്രസന്റ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്, പബ്ലിഷ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. Save as otherwise provided in any other law for the time being in force, every department of the government, every head of department, every local self-government institution and every statutory body shall within 6 months, ഈ 6 മാസം ഓർത്ത് വെച്ചോ, 1 2 1 വർഷവും ഒന്നും അല്ല, 6 മാസം ഓഫ് ദ കമൻസ്മെന്റ് ഓഫ് ദിസ് ആക്ട്. നോട്ടിഫൈ, ഈ പറയുന്ന കാര്യം എവിടെ നോട്ടിഫൈ ചെയ്യണം? ഗസറ്റിൽ നോട്ടിഫൈ ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ സർവീസ് ആണുള്ളത്, ഈ സർവീസിന്റെ ഡിസിഗ്നേറ്റഡ് ഓഫീസേഴ്സ് ആരാണ്, അതേപോലെ തന്നെ ടൈം ലിമിറ്റും. പിന്നെയും 2 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് അപ്പീലേറ്റ് അതോറിറ്റി ആരാണ്, സെക്കൻഡ് അപ്പീലേറ്റ് അതോറിറ്റി ആരാണ്, 1ാം അപ്പീൽ അധികാരി ആരാണ്, 2ാം അപ്പീൽ അധികാരി ആരാണ്, ഈ അപ്പീലുകളുടെ
കാലപരിധി അല്ലെങ്കിൽ സമയപരിധി ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോട്ടിഫൈ ചെയ്തിരിക്കണം 6 മാസത്തിനുള്ളിൽ. ഈ നിയമം പ്രാബല്യത്തിൽ വന്ന 6 മാസത്തിനുള്ളിൽ. ആരാ? ഈ പറയുന്ന എല്ലാ ഓർഗനൈസേഷൻസും, സർക്കാരിന്റെ എല്ലാ ഓർഗനൈസേഷൻസും. ഇനി അടുത്ത സെക്ഷൻ 4ലേക്ക് വരുന്ന സമയത്ത് റൈറ്റ് ടു ഒബ്റ്റെയിൻ സർവീസ്, ഈ പറയുന്ന സേവനങ്ങൾ ലഭിക്കാനുള്ള അവകാശത്തെക്കുറിച്ചാണ്. സേവനങ്ങൾ ലഭിക്കാനുള്ള അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. Every eligible person shall have the right to obtain the services within the stipulated time period. Every eligible person shall have the right to obtain the services within the stipulated time period. ഏതൊരു എലിജിബിൾ ആയിട്ടുള്ള വ്യക്തിക്കും ആ സമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു സേവനം ലഭിച്ചിരിക്കണം. അതിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 4. ഇനി സെക്ഷൻ 5ലേക്ക് വരുന്ന സമയത്ത് ഡ്യൂട്ടി ഓഫ് ദ ഡെസിഗ്നേറ്റഡ് ഓഫീസർ. അപ്പോൾ ഒരു ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് മുൻപാകെ ഒരു സേവനത്തിന്റെ അപേക്ഷ ലഭിക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തി ഒന്നെങ്കിൽ ആ സമയത്തിനുള്ളിൽ ഈ പറയുന്ന പ്രിസ്ക്രൈബ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് അല്ലെങ്കിൽ സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡിനുള്ളിൽ ഒന്നെങ്കിൽ ആ ഒരു സേവനം ആ ഒരു അപേക്ഷകന് നൽകണം, അല്ല എങ്കിൽ ആ ഒരു അപേക്ഷ റിജക്റ്റ് ചെയ്യണം. അല്ലേ? അക്നോളജ് ഇനിയും കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്, പറയാം നമുക്ക് ഓരോന്നായിട്ട്. ദ ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഷാൽ ഓൺ റെസീപ്റ്റ് ഓഫ് ആൻ ആപ്ലിക്കേഷൻ ഫോർ സർവീസ് ബൈ ആൻ എലിജിബിൾ പേഴ്സൺ. ഒരു എലിജിബിൾ പേഴ്സന്റെ കയ്യിൽ നിന്ന് ഒരു അപേക്ഷ ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് ലഭിക്കുന്ന പക്ഷം without prejudice to the provisions of any law for the time being in force, provide the service, either provide the service or reject the application within the stipulated time period. ആ ഒരു സമയപരിധിക്കുള്ളിൽ ഒന്നെങ്കിൽ സേവനം നൽകണം അല്ലെങ്കിൽ അപേക്ഷ നിരസിക്കണം. ഇൻ കേസ് ഓഫ് റിജക്ഷൻ, അങ്ങനെ റിജക്റ്റ് ചെയ്യുവാണ് എങ്കിൽ എന്ത് ചെയ്യണം? റിജക്ഷന്റെ കാരണങ്ങൾ ഉൾപ്പെടെ ഇൻ റൈറ്റിംഗ് ആയിട്ട് ഈ പറയുന്ന ആപ്ലിക്കന്റിന് നൽകണം. ഇങ്ങനെ ഒരു അപേക്ഷ നിരസിക്കുന്നതിന്റെ കാരണങ്ങൾ ഇൻ റൈറ്റിംഗ് ആയിട്ട് ഡെസിഗ്നേറ്റഡ് ഓഫീസർ അപേക്ഷകന് നൽകണം. അതേപോലെ തന്നെ ഇത്ര മാത്രമല്ല, ഫസ്റ്റ് അപ്പീലേറ്റ് അതോറിറ്റി ആരാണ് എന്ന കാര്യം ഉൾപ്പെടെ ഡെസിഗ്നേറ്റഡ് ഓഫീസർ അപേക്ഷകന് അല്ലെങ്കിൽ ആപ്ലിക്കന്റിന് നൽകണം. ഓക്കെ. ആൻ ആപ്ലിക്കേഷൻ റിസീവ്ഡ് ഷാൽ ബി ഡ്യൂലി അക്നോളജ്. ഇനിയാണ് അടുത്ത വേറൊരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരു അപേക്ഷ ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് മുൻപാകെ ലഭിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു അപേക്ഷ ലഭിച്ചു എന്നുള്ള ഒരു അക്നോളജ്മെന്റ് ആർക്ക് നൽകണം? നമ്മുടെ ആപ്ലിക്കന്റിന് നൽകണം. അപ്പൊ അത് ഐദർ ഒരു റെസിപ്റ്റ് ഫോം പോലെയുള്ള കാര്യമാവാം, അല്ലെങ്കിൽ ബുക്കിലൊക്കെ എൻട്രി ആണെങ്കിൽ ആ ബുക്കിൽ എൻട്രി നമ്പർ കൊടുക്കണം, അല്ലെങ്കിൽ റെസിപ്റ്റ് നമ്പർ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, ട്രാൻസാക്ഷൻ നമ്പർ, അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ ഒരു അക്നോളജ്മെന്റ് ആപ്ലിക്കന്റിന് ഡെസിഗ്നേറ്റഡ് ഓഫീസർ നൽകണം. By the designated officer or by the officer authorized by him to receive such an application. ഇനി the stipulated time limit എന്ന് പറയുന്നത് എപ്പോഴാണോ അപേക്ഷ നൽകിയത് അല്ലെങ്കിൽ അപേക്ഷ ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് ലഭിക്കുന്നത് ആ സമയം മുതലാണ് സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പോഴാണോ അപേക്ഷ ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് ലഭിക്കുന്നത്, അല്ലാതെ ഡെസിഗ്നേറ്റഡ് ഓഫീസർ അതിന് തീർപ്പ് കൽപ്പിക്കുന്ന സമയം മുതലൊന്നും അല്ല. എപ്പോഴാണോ അപേക്ഷ ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് ലഭിക്കുന്ന ആ സമയം മുതൽ സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇനി അടുത്തതാണ് സെക്ഷൻ 6, അപ്പീൽ. അപ്പോൾ നമ്മുടെ ഈ ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് മുൻപാകെ ഒരു അപേക്ഷ സമർപ്പിക്കുന്നു. അപ്പോൾ ഒന്നെങ്കിൽ ഈ പറയുന്ന സർവീസ് ആ ഒരു വ്യക്തി നൽകുമായിരിക്കും, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുമായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ റിജക്റ്റ് ചെയ്യുന്ന സാഹചര്യം എടുക്കാം. റിജക്റ്റ് ചെയ്യുന്നു, അല്ല എങ്കിൽ ഈ പറയുന്ന ഡെസിഗ്നേറ്റഡ് ഓഫീസർ നൽകിയ സേവനം തൃപ്തികരമല്ല എന്ന് തോന്നുന്ന ഒരു വ്യക്തിക്ക് ഒന്നാം അപ്പീൽ അധികാരിക്ക് മുൻപാകെ 30 ദിവസത്തിനുള്ളിൽ, അതായത് ഈ അപേക്ഷയുടെ തീർപ്പ് കൽപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ സർവീസ് ലഭിച്ചതിന് ശേഷമുള്ള 30 ദിവസത്തിനുള്ളിൽ ഒന്നാം അപ്പീൽ അധികാരിക്ക് മുൻപാകെ അപ്പീൽ സമർപ്പിക്കാവുന്നതാണ്. ഒന്നാം അപ്പീൽ അധികാരിക്ക് മുൻപാകെ സമർപ്പിക്കാവുന്നതാണ്. ഇനി ഈ 30 ദിവസത്തിനകം ഈ ആപ്ലിക്കന്റിന് അപ്പീൽ സമർപ്പിക്കാൻ കഴിഞ്ഞില്ല, എന്തെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള റീസൺ കാരണം കഴിഞ്ഞില്ല. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യമാണ് എങ്കിൽ ഒന്നാം അപ്പീൽ അധികാരിക്ക് ബോധ്യപ്പെടുന്നു വാലിഡ് ആയിട്ടുള്ള റീസൺസ് കാരണമാണ് അപേക്ഷകന് അപ്പീൽ 30 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കാൻ കഴിയാത്തത് എന്ന് അറിയുന്ന പക്ഷം അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന പക്ഷം എന്ത് ചെയ്യാം? ഈ 30 ദിവസത്തിന് ശേഷമാണെങ്കിലും അപ്പീൽ സ്വീകരിക്കാം ഒന്നാം അപ്പീൽ അധികാരിക്ക്.
എനി പേഴ്സൺ ഹു ഡസ് നോട്ട് റിസീവ് ദ റിക്വയർഡ് സർവീസ്, ആ വേണ്ട സർവീസ് ലഭിച്ചില്ല അല്ലെങ്കിൽ റിജക്ട് ചെയ്തു, ഈ പറയുന്ന സർവീസ് കൊടുക്കാതെ റിജക്ട് ചെയ്തു, ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തു, അങ്ങനെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡിനുള്ളിൽ എന്ത് കിട്ടിയില്ല, ഈ പറയുന്ന സർവീസ് ലഭിച്ചില്ല. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഒന്നാം അപ്പീൽ അധികാരിക്ക് മുൻപാകെ 30 ദിവസത്തിനുള്ളിൽ, 30 ദിവസം എന്ന് പറയുമ്പോൾ ആപ്ലിക്കേഷൻ തീർപ്പാക്കിയ ദിവസം മുതൽ ഓർ ആപ്ലിക്കേഷൻ റിജക്ട് ആക്കിയ ദിവസം മുതൽ, ഫ്രം ദ ഡേറ്റ് ഓഫ് റിജക്ഷൻ ഓഫ് ദ ആപ്ലിക്കേഷൻ ഓർ ഓൺ ദ എക്സ്പയറി ഓഫ് സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡ്, അല്ലെങ്കിൽ സ്റ്റിപ്പുലേറ്റഡ് ടൈം, ഈ പറയുന്ന ഒരു റിപ്ലൈ അല്ലെങ്കിൽ സേവനം ലഭിച്ചില്ല എങ്കിൽ എപ്പോഴാണോ സേവനം ലഭിക്കേണ്ട ഒരു കാലാവധി ഉണ്ടല്ലോ, ഇപ്പം 30 ദിവസത്തിനകത്ത് കൊടുക്കണമെങ്കിൽ 30 ദിവസം, ഇപ്പം ഒരു നമ്മുടെ വിവരാവകാശം ആണെന്ന് വിചാരിക്കാം, 30 ദിവസത്തിനുള്ളിൽ കിട്ടിയില്ല എങ്കിൽ ആ 30 ദിവസം കഴിഞ്ഞ ദിവസം അന്ന് തൊട്ട് 30 ദിവസത്തിനുള്ളിൽ, എപ്പോഴാണോ അതിൻ്റെ ആ ഒരു സർവീസ് ലഭിക്കാനുള്ള പീരീഡ് തീരുന്നത് അതിനുശേഷമുള്ള 30 ദിവസത്തിനുള്ളിൽ, ഇൻ സച്ച് മാനർ ആൻഡ് ഓൺ പേയ്മെന്റ്. അപ്പൊ അതേപോലെ തന്നെ പേയ്മെന്റ് കാര്യങ്ങൾ അതൊക്കെ വരുന്നുണ്ട്. ഈ പറയുന്ന അപ്പീലൊക്കെ നൽകുന്ന സമയത്ത് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നൽകി തന്നെയാണ്. പക്ഷെ നമ്മൾ ഓർത്തിരിക്കാനുള്ള ഈ 30 ദിവസം എന്ന് പറയുന്ന ക്രൈറ്റീരിയ ആണ്. അതിന്റെ ദിവസത്തിന്റെ എണ്ണം മാത്രമല്ല, എവിടം തൊട്ടാണ് തുടങ്ങുന്നത് ആ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചേക്കുക. അങ്ങനെ അപ്പീല് സമർപ്പിക്കാം. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഒന്നാം അപ്പീൽ അധികാരിക്ക് തോന്നുന്നു വാലിഡ് ആയിട്ടുള്ള കാരണങ്ങൾ ഇല്ലാണ്ടാണ് നമ്മുടെ ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഈ ഒരു അപേക്ഷ നിരസിച്ചത്, അല്ല എങ്കിൽ വാലിഡ് ആയിട്ടുള്ള കാരണങ്ങൾ ഇല്ലാണ്ടാണ് പ്രോപ്പർ ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാത്തത് എന്ന് ഒന്നാം അപ്പീൽ അധികാരിക്ക് തോന്നുന്ന പക്ഷം ഒന്നാം അപ്പീൽ അധികാരിക്ക് ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് നിർദ്ദേശം നൽകാം, ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണോ വേണ്ട ആ ഒരു നിർദ്ദേശം നൽകാവുന്നതാണ്. ഫസ്റ്റ് അപ്പീൽ അതോറിറ്റി മേ ഡയറക്ട് ദ ഡെസിഗ്നേറ്റഡ് ഓഫീസർ ടു പ്രൊവൈഡ്, ഒന്നെങ്കിൽ ഈ പറയുന്ന സർവീസ് ആ ഒരു സ്പെസിഫിക് ടൈം പീരീഡിനുള്ളിൽ പ്രൊവൈഡ് ചെയ്യാൻ ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് നിർദ്ദേശം നൽകാം, അല്ല എങ്കിൽ ഈ പറയുന്ന ഒന്നാം അപ്പീൽ അധികാരിക്കും അപേക്ഷ നിരസിക്കാവുന്നതാണ്. ഒന്നാം അപ്പീൽ അധികാരിക്കും നിരസിക്കാവുന്നതാണ്. അപ്പീല് എന്തായാലും ഈ ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡ്, ആദ്യത്തെ ഒരു ഈ പറയുന്ന ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഈ ഒരു സേവനം നൽകേണ്ടതിന് ഒരു കാലാവധി ഉണ്ടല്ലോ, അതേ കാലാവധി തന്നെയാണ് ഒന്നാം അപ്പീല് തീർപ്പാക്കേണ്ട കാലാവധി. ഒന്നുകൂടെ ഞാൻ പറയാം, ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഒരു സർവീസ് ആപ്ലിക്കന്റിന് നൽകേണ്ടതിന് ഒരു കാലാവധി ഉണ്ടല്ലോ, അതേ കാലാവധി തന്നെയാണ് ഒന്നാം അപ്പീൽ അധികാരി അപ്പീല് തീർപ്പാക്കേണ്ട കാലാവധി. അത്ര ദിവസം ഉള്ളിൽ ഒന്നാം അപ്പീൽ അധികാരിയും ആ ഒരു അപ്പീല് തീർപ്പാക്കണം. ഇനി ഈ പറയുന്ന ഒന്നാം അപ്പീൽ അധികാരിക്ക് മുൻപാകെ ഒരു അപേക്ഷ സമർപ്പിച്ചു. അപ്പൊ ആ ഒന്നാം അപ്പീൽ അധികാരിയിൽ നിന്ന് കിട്ടുന്ന ഒരു സേവനവും തൃപ്തികരമല്ല, അല്ലെങ്കിൽ ഈ ഒന്നാം അപ്പീൽ അധികാരിയും ഈ പറയുന്ന ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തു. അപ്പൊ അങ്ങനെ ഒന്നാം അപ്പീൽ അധികാരിയുടെ തീരുമാനത്തിൽ ആക്ഷേപമുള്ള ഒരു അപേക്ഷകന് രണ്ടാം അപ്പീൽ അധികാരിക്ക് മുൻപാകെ അപേക്ഷ സമർപ്പിക്കാം. അങ്ങനെ രണ്ടാം അപ്പീൽ അധികാരിക്ക് മുൻപാകെ അപേക്ഷ സമർപ്പിക്കേണ്ട സമയപരിധി 60 ദിവസമാണ്. അല്ലെങ്കിൽ രണ്ടാമത്തെ അപ്പീൽ, സെക്കൻഡ് അപ്പീലിന്റെ ടൈം എന്ന് പറയുന്നത് 60 ദിവസത്തിനുള്ളിൽ. ഒന്നാം അപ്പീൽ അധികാരിയുടെ ഉത്തരവിന് ശേഷം, അല്ലെങ്കിൽ ഒന്നാം അപ്പീൽ അധികാരിയുടെ ആ ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന് തീർപ്പാക്കാനുള്ള സമയപരിധി, അപ്പൊ അതിനുശേഷമുള്ള 60 ദിവസത്തിനുള്ളിൽ രണ്ടാം അപ്പീൽ അധികാരിക്ക് മുൻപാകെ രണ്ടാമത്തെ അപ്പീൽ സമർപ്പിക്കണം. ഇനി രണ്ടാമത്തെ അപ്പീൽ 60 ദിവസത്തിനുള്ളിൽ വാലിഡ് ആയിട്ടുള്ള കാരണത്താൽ അപ്പീൽ സമർപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ രണ്ടാം അപ്പീൽ അധികാരിക്ക് ബോധ്യപ്പെടുന്നു വാലിഡ് ആയിട്ടുള്ള റീസൺസ് കാരണമാണ് 60 ദിവസത്തിനുള്ളിൽ അപ്പീൽ സമർപ്പിക്കാൻ കഴിയാത്തത് എങ്കിൽ ഈ ഒരു 60 ദിവസം കഴിഞ്ഞു വരുന്ന ഒരു അപ്പീലാണെങ്കിലും രണ്ടാം അപ്പീൽ അധികാരിക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. Any person aggrieved by a decision of the first appellate authority, ഒന്നാം അപ്പീൽ അധികാരിയുടെ ഒരു ഡിസിഷനിൽ ആക്ഷേപമുള്ള ഒരു വ്യക്തിക്ക് മേ പ്രിഫർ ആൻ അപ്പീൽ ടു ദ സെക്കൻഡ് അപ്പീൽ അതോറിറ്റിക്ക് മുൻപാകെ അപ്പീൽ സമർപ്പിക്കാം വിത്തിൻ 60 days. ആ നേരത്തെ പറഞ്ഞത് 30 ദിവസം, ഫസ്റ്റ് അപ്പീൽ അധികാരി 30 ദിവസം, സെക്കൻഡ് അപ്പീൽ അധികാരി 60 ദിവസം, ഫ്രം ദ ഡേറ്റ് ഓഫ് ഡിസിഷൻ ഓഫ് ഫസ്റ്റ് അപ്പീലേറ്റ് അതോറിറ്റി, ഒന്നെങ്കിൽ ഒന്നാം അപ്പീൽ അധികാരിയുടെ തീരുമാനത്തിന് ശേഷം, അല്ല എങ്കിൽ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു പീരീഡ് ഉണ്ടല്ലോ അതിനുശേഷം. ഇൻ സച്ച് മാനർ ആൻഡ് ഓൺ പേയ്മെന്റ്, ഈ ഫീസ് കാര്യങ്ങൾ അതെല്ലാം നോർമൽ തന്നെയാണ്, അതെല്ലാം ഉണ്ട്, ആപ്ലിക്കബിൾ ആണ്. ഇനി
provided that the second appellate authority may admit the appeal after the expiry of the period of 60 days. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം 60 ദിവസത്തിന് ശേഷം വാലിഡ് ആയിട്ടുള്ള റീസൺ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അപ്പീൽ സ്വീകരിക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാം അപ്പീൽ അധികാരിക്ക് ഈ ഡെസിഗ്നേറ്റഡ് ഓഫീസറിനോട് നിർദ്ദേശം നൽകാം, ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യണം. അല്ല എങ്കിൽ രണ്ടാം അപ്പീൽ അധികാരിക്കും ഇതേ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇനി രണ്ടാം അപ്പീൽ അധികാരി കണ്ടുപിടിക്കുന്നു സഫീഷ്യന്റ് ആയിട്ടുള്ള റീസൺ ഇല്ല ഈ ഒരു ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഈ സേവനം നൽകാത്തത്. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഡെസിഗ്നേറ്റഡ് ഓഫീസറിനെതിരെ പിഴ ചുമത്താനുള്ള അധികാരം രണ്ടാം അപ്പീൽ അധികാരിക്കുണ്ട്. പിഴ ചുമത്താനുള്ള അധികാരം രണ്ടാം അപ്പീൽ അധികാരിക്ക് മാത്രമേ വരുന്നുള്ളൂ, ഒന്നാം അപ്പീൽ അധികാരിക്ക് വരുന്നില്ല. രണ്ടാം അപ്പീൽ അധികാരിക്ക് മാത്രമാണ് ഡെസിഗ്നേറ്റഡ് ഓഫീസറിന്റെ മുകളിൽ പിഴ ചുമത്താനുള്ള അധികാരം വരുന്നുള്ളൂ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്നാം അപ്പീൽ അധികാരിക്കില്ല, രണ്ടാം അപ്പീൽ അധികാരിക്ക് മാത്രമേ വരുന്നുള്ളൂ. വാലിഡ് ആയിട്ടുള്ള റീസൺസ് ഇല്ലാണ്ടാണ് ഈ പറയുന്ന ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഒരു സേവനം പൊതുജനത്തിന് നൽകാൻ വിസമ്മതിച്ചത് എങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ സേവനം നൽകിയില്ല എങ്കിൽ, an appeal shall be disposed of within a period of equivalent to the stipulated time period. ഈ പറയുന്ന അതേ ടൈം പീരീഡ്, അതായത് ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, അതേ ടൈം പീരീഡ് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് അപ്പീൽ അധികാരിക്കും, അതേ ടൈം പീരീഡ് തന്നെയാണ് സെക്കൻഡ് അപ്പീൽ അധികാരിക്കും. അതായത് ഈ ടൈം പീരീഡിനുള്ളിൽ ഡെസിഗ്നേറ്റഡ് ഓഫീസർ സർവീസ് പ്രൊവൈഡ് ചെയ്യണം. ഫസ്റ്റ് അപ്പീൽ അധികാരി അപ്പീൽ തീർപ്പാക്കണം, സെക്കൻഡ് അപ്പീൽ അധികാരി രണ്ടാമത്തെ അപ്പീൽ തീർപ്പാക്കണം. ഒരേ ടൈം പീരീഡ് തന്നെയാണ്. അപ്പോൾ ഇനി അടുത്ത ഒരു 8 സബ്സെക്ഷൻ ആണ്. 8ഉം ഉണ്ട് 9ഉം ഉണ്ട്. അപ്പോൾ 8 9 ഇച്ചിരി ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ളത്, നമുക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പോൾ ഈ ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഒന്നാം അപ്പീൽ അധികാരിയുടെ നിർദ്ദേശങ്ങൾ വിസമ്മതിക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഒന്നാം അപ്പീൽ അധികാരിയുടെ നിർദ്ദേശങ്ങൾ ഡെസിഗ്നേറ്റഡ് ഓഫീസർ നിർവഹിക്കാൻ കൂട്ടാക്കാതിരുന്നാൽ രണ്ടാം അപ്പീൽ അധികാരിക്ക് മുൻപാകെ അപേക്ഷകന് അപ്പീൽ സമർപ്പിക്കാം. രണ്ടാം അപ്പീൽ അധികാരിക്ക് മുൻപാകെ അപ്പീൽ സമർപ്പിക്കാം. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നേരത്തെ എങ്ങനെയാണോ ഈ രണ്ടാം അപ്പീൽ അധികാരി എങ്ങനെയാണോ അപ്പീൽ അപ്പീൽ തീർപ്പാക്കേണ്ടത്, അതേ രീതിയിൽ തന്നെയായിരിക്കും ഈ ബാക്കി പ്രൊസീജിയേഴ്സ് നടക്കുന്നത്. ഞാൻ ഒന്നുകൂടെ ഈ 8th സബ്സെക്ഷൻ പറയാം. ഒന്നാം അപ്പീൽ അധികാരിയുടെ നിർദ്ദേശം ഡെസിഗ്നേറ്റഡ് ഓഫീസർ നിർവഹിക്കാൻ മടിക്കുന്ന സാഹചര്യത്തിൽ അപേക്ഷകന് ഡയറക്റ്റ് ആയിട്ട് രണ്ടാം അപ്പീൽ അധികാരിക്ക് മുൻപാകെ ഈ ഒരു കാര്യം അറിയിക്കാം. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡെസിഗ്നേറ്റഡ് ഓഫീസർ സേവനം നൽകാൻ മടിക്കുന്ന സാഹചര്യത്തിലും രണ്ടാം അപ്പീൽ അധികാരിയിലേക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന അപേക്ഷകന് അപ്പീൽ സമർപ്പിക്കാവുന്നതാണ്. അപ്പൊ അവിടെയുള്ളൊരു കേസ് എന്താന്ന് വെച്ചാൽ, ഒന്നാം അപ്പീൽ അധികാരിയുടെ ഡയറക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, പക്ഷെ അത് എടുത്തവിടെ അങ്ങനെ പറയുന്നില്ല. അല്ലാണ്ട് ഈ പറയുന്ന ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഒരു സർവീസ് നൽകുന്നില്ല എന്നുള്ള പേരിൽ ഡയറക്റ്റ് ആയിട്ട് രണ്ടാം അപ്പീൽ അധികാരിക്ക് മുൻപാകെ ഒരു അപേക്ഷകന് പോകാൻ പറ്റില്ല. ഒന്നാം അപ്പീൽ അധികാരിക്ക് ശേഷം മാത്രമേ രണ്ടാമത്തെ അപ്പീൽ അധികാരിക്ക് പോകാവുള്ളൂ. പക്ഷേ ഈ വേർഡിങ്സ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. ആക്ടിൽ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ കാര്യം മനസ്സിലാക്കി വെക്കുക, ഡെസിഗ്നേറ്റഡ് ഓഫീസർ, ദെൻ ഫസ്റ്റ് അപ്പീലേറ്റ് അതോറിറ്റി ആൻഡ് ദെൻ സെക്കൻഡ് അപ്പീലേറ്റ് അതോറിറ്റി. സെക്ഷൻ 7ലേക്ക് വരുന്ന സമയത്ത് പ്രൊസീജിയർ ടു ബി ഫോളോഡ് ഇൻ അപ്പീൽ. ഈ പറയുന്ന അപ്പീൽ തീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ ഫസ്റ്റ് അപ്പീലേറ്റ് അതോറിറ്റി ആൻഡ് ദ സെക്കൻഡ് അപ്പീലേറ്റ് അതോറിറ്റി വൈൽ ഡിസൈഡിങ് ആൻ അപ്പീൽ അണ്ടർ ദിസ് ആക്ട്, ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങളുണ്ട്. ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങൾ എന്ന് പറയുന്നത് രേഖകൾ ഹാജരാക്കാനും അത് ഇൻസ്പെക്ട് ചെയ്യാനുമുള്ള അധികാരം. ഏതൊരു വ്യക്തിയും ഇവിടെ ഈ ഒരു കേസിൽ പറയുന്ന സമയത്ത് ഡെസിഗ്നേറ്റഡ് ഓഫീസർ, ആ ഉദ്യോഗസ്ഥനെയും അതേപോലെ തന്നെ അപേക്ഷകനെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനും സത്യവാങ്മൂലത്തിന് മുകളിൽ രേഖകൾ സ്വീകരിക്കാനുമുള്ള അധികാരം വരുന്നുണ്ട്. ഇഷ്യൂയിങ് സമൻസ് ഫോർ ഹിയറിംഗ് ദ ഡെസിഗ്നേറ്റഡ് ഓഫീസർ ആൻഡ് അപ്പലന്റ്. ഇനി അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യവും. ഇനി പെനാൽറ്റിയിലേക്ക് വരാം. സെക്ഷൻ 8ലാണ് പെനാൽറ്റിയെ കുറിച്ച് പറയുന്നത്. പെനാൽറ്റിയെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നു. ഒന്നാം അപ്പീൽ അധികാരിക്ക് പിഴ നൽകാനുള്ള അധികാരമില്ല, രണ്ടാം അപ്പീൽ അധികാരിക്ക് മാത്രമേ പിഴ ഈടാക്കാനുള്ള അധികാരമുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഈ ഡെസിഗ്നേറ്റഡ് ഓഫീസർ വാലിഡ് ആയിട്ടുള്ള കാരണങ്ങൾ അല്ലാണ്ടാണ് ഈ ഒരു സർവീസ് നിഷേധിച്ചത് എങ്കിൽ 500 രൂപയിൽ കുറയാത്തതും എന്നാൽ 5000 രൂപയിൽ കൂടാത്തതുമായ പിഴ ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് മുൻപാകെ അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് ഓഫീസറിനെതിരെ ചുമത്താൻ രണ്ടാം അപ്പീൽ അധികാരിക്ക് അധികാരം ഉണ്ട്.
ഡെസിഗ്നേറ്റഡ് ഓഫീസർ വാലിഡ് ആയിട്ടുള്ള റീസൺസ് അല്ലാണ്ട് അദ്ദേഹത്തിന്റെ ജോലി അല്ലെങ്കിൽ അദ്ദേഹം ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്തില്ല എങ്കിൽ അദ്ദേഹത്തിനെതിരെ രണ്ടാം അപ്പീൽ അധികാരിക്ക് പിഴ ഈടാക്കാം. മിനിമം പിഴ എന്ന് പറയുന്നത് 500 രൂപ, മാക്സിമം എന്ന് പറയുന്നത് 5000 രൂപ. ഇത്രയേ ഉള്ളൂ. Where the second appellate authority finds that the designated officer has failed to provide the service without sufficient and reasonable cause, the second appellate authority may be an order in writing. ഇൻ റൈറ്റിംഗ് ആയിട്ട് തന്നെ കൊടുക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓർഡേഴ്സ് ഒക്കെ ഇൻ റൈറ്റിംഗ് ആയിട്ട് തന്നെ പറഞ്ഞത്. ഇൻ റൈറ്റിംഗ് സ്റ്റേറ്റിംഗ് ദാറ്റ് ദ റീസൺസ്. ഇൻ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എഴുതി നൽകണം എന്ന് തന്നെയല്ല, അത് പ്രോപ്പർ ആയിട്ടൊരു ഫോമാറ്റ് ആയിട്ട് തന്നെ കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാം എഴുതി തന്നെ കൊടുക്കണമെന്നില്ല. ഓർഡർ ഇൻ റൈറ്റിംഗ് സ്റ്റേറ്റിംഗ് ദ റീസൺസ്, അതേപോലെ തന്നെ അതിന്റെ കാരണങ്ങൾ, ഇമ്പോസ് എ ഫൈൻ. അപ്പൊ ഇങ്ങനെ ഫൈനൊക്കെ ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാഗവും ഡെസിഗ്നേറ്റഡ് ഓഫീസറിന്റെ ഒരു ഭാഗവും കൂടെ കേൾക്കണം എന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ഇനി വാലിഡ് ആയിട്ടുള്ള റീസൺസ് അല്ലാണ്ടാണ് ഡെസിഗ്നേറ്റഡ് ഓഫീസർ കൂടുതൽ സമയം എടുത്തുവെങ്കിൽ, അതായത് ഈ പറയുന്ന ഡേറ്റ അല്ലെങ്കിൽ ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ ആവശ്യത്തിൽ കൂടുതൽ സമയം, മീൻസ് പറയുന്ന സഫീഷ്യന്റ് കോസ്റ്റ് അല്ലാണ്ട് മറ്റ് കാരണങ്ങളാൽ ഇൻസഫീഷ്യന്റ് ആയിട്ടുള്ള കോസ്റ്റ് കാരണം ആവശ്യത്തിലേറെ ദിവസം എടുത്തുവെങ്കിലും പെനാൽറ്റി ഇംപ്ലിമെന്റ് ചെയ്യാം, പെനാൽറ്റി ഇമ്പോസ് ചെയ്യാം. അപ്പൊ അങ്ങനെ വരുന്ന പെനാൽറ്റി എന്ന് പറയുന്നത് ദിവസം 250 രൂപ, മാക്സിമം 5000 രൂപ. അതായത് രണ്ടാം അപ്പീൽ അതോറിറ്റിക്ക് ബോധ്യം വരുന്നു വാലിഡ് ആയിട്ടുള്ള കാരണങ്ങളില്ലാണ്ട് ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഈ ഒരു സേവനം നൽകുന്നതിൽ കാലതാമസം വരുത്തിയെങ്കിൽ ആ കാലതാമസം വരുത്തിയ ആ ഒരു കാലഘട്ടം ദിവസം 250 രൂപ വെച്ച്, എന്നാൽ മാക്സിമം 5000 രൂപ വരെയുള്ള ഒരു പിഴ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഈടാക്കാവുന്നതാണ്. പ്രൊവൈഡഡ് ദാറ്റ് ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലും നമ്മുടെ ഡെസിഗ്നേറ്റഡ് ഓഫീസറിന്റെ ഭാഗം കേൾക്കണം, എന്നിട്ട് മാത്രമേ പെനാൽറ്റി ഇമ്പോസ് ചെയ്യാവുള്ളൂ. ഈ രണ്ട് കാര്യത്തിലും, ഈ പറഞ്ഞ പോയിന്റിലും അതേപോലെ തൊട്ട് മുന്നേ പറഞ്ഞ പോയിന്റിലും, എയിലും ബിയിലും ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റി ഓഫ് ഹിയറിംഗ് രണ്ടിലും വാലിഡ് ആണ്. Provided that the designated officer shall be given a reasonable opportunity of being heard before imposing such penalty. അപ്പോൾ ഈ പറയുന്ന മാക്സിമം 5000 രൂപ, പെർ ഡേ 250 എന്നുള്ള രീതിയിൽ. ഇനി തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞായിരുന്നു അത് മിനിമം 500, മാക്സിമം 5000. ഇവിടെ പെർ ഡേ 250, മാക്സിമം 5000. പെർ ഡേ 250. അങ്ങനെ വരുന്ന ഒരു ടോട്ടൽ എമൗണ്ട് 5000 രൂപയിൽ കൂടുതലാകാൻ പാടില്ല. ഇനി where the second appellate authority finds that the first appellate authority has failed to decide the appeal within the time limit specified without sufficient and reasonable cause. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള കാരണങ്ങൾ ഇല്ലാണ്ട് ഒന്നാം അപ്പീൽ അധികാരി ഈ പറയുന്ന അപ്പീല് റിജക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു സേവനം പ്രോപ്പർ ആയിട്ട് നൽകിയില്ല, അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡിനുള്ളിൽ അപ്പീൽ തീർപ്പാക്കിയില്ല എങ്കിൽ രണ്ടാമത്തെ അപ്പീൽ അധികാരിക്ക് ഒന്നാം അപ്പീൽ അധികാരിക്കെതിരെ പെനാൽറ്റി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും മിനിമം എമൗണ്ട് 500 രൂപ, മാക്സിമം 5000 രൂപ. പ്രൊവൈഡഡ് ദാറ്റ് ഇപ്പൊ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഒന്നാം അപ്പീൽ അധികാരിയുടെ ഭാഗം കേട്ടതിന് ശേഷം വേണം പെനാൽറ്റി ഇമ്പോസ് ചെയ്യാൻ. അപ്പോൾ ഇതേപോലെ തന്നെ ഈ പറയുന്ന ഡെസിഗ്നേറ്റഡ് ഓഫീസറിനെതിരെയും അതേപോലെ തന്നെ ഒന്നാം അപ്പീൽ അധികാരിക്കെതിരെയും സർവീസ് ചട്ടങ്ങളുടെ ബേസിസിൽ, സർവീസ് റൂൾസിന്റെ ബേസിസിൽ ഇവർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കാനും ശുപാർശ ചെയ്യാവുന്നതാണ് രണ്ടാം അപ്പീൽ അധികാരിക്ക്. അതിന്റെ വേർഡിങ്സും കൂടെ നോക്കാം. ദ സെക്കൻഡ് അപ്പീലേറ്റ് അതോറിറ്റി മേ, ഇഫ് ഹി ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ദ ഡെസിഗ്നേറ്റഡ് ഓഫീസർ അല്ലെങ്കിൽ ഒന്നാമത്തെ അപ്പീൽ അധികാരി വാലിഡ് ആയിട്ടുള്ള കാരണങ്ങൾ ഇല്ലാണ്ട് വിതൗട്ട് സഫീഷ്യന്റ് കോസ് ഫെയിൽ ടു ഡിസ്ചാർജ് ദ ഡ്യൂട്ടീസ് അസൈൻഡ് ടു ഹിം അണ്ടർ ദിസ് ആക്ട്, റെക്കമെൻഡ് ഡിസിപ്ലിനറി അച്ചടക്ക നടപടികൾ ബേസ്ഡ് ഓൺ സർവീസ് റൂൾസ്, ആപ്ലിക്കബിൾ ആയിട്ടുള്ള സർവീസ് റൂൾസിന്റെ ബേസിസിൽ ഇവർക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. ഇനി സെക്ഷൻ 9 വരുന്ന സമയത്ത് പ്രൊട്ടക്ഷൻ ഓഫ് ആക്ഷൻ ടേക്കൺ ഇൻ ഗുഡ് ഫെയ്ത്ത്. അപ്പോൾ സതുദ്ദേശത്തോടെ ഈ ഒരു ആക്ടിന്റെ ബേസിസിലുള്ള ഒരു പ്രൊവിഷൻ എൻഫോഴ്സ് ചെയ്ത്, അല്ലെങ്കിൽ ഈ ഒരു ആക്ടിന്റെ ബേസിസിൽ ഏതെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്ത ഒരു ഉദ്യോഗസ്ഥനെതിരെ യാതൊരു തരത്തിലുള്ള സിവിലോ ക്രിമിനലോ നിയമ നടപടി സ്വീകരിക്കാൻ പാടുള്ളതല്ല. നോ സ്യൂട്ട്, പ്രോസിക്യൂഷൻ ഓർ അതർ ലീഗൽ പ്രൊസീഡിംഗ് ഷാൽ ലൈ അഗെയിൻസ്റ്റ് എനി പേഴ്സൺ ഓർ ഓഫീസർ ഫോർ എനിത്തിങ് which is in good faith done or intended to be done under this act or any rule made
there under. ക്ലിയർ ആണല്ലോ, പ്രശ്നമില്ലല്ലോ, ഇത് കോമൺ ആയിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഉണ്ട്. ഇനി അടുത്ത 10ലേക്ക് വരുന്ന സമയത്ത് ബാർ ഓഫ് ജൂറിസ്ഡിക്ഷൻ ഓഫ് സിവിൽ കോഡ്സ്. അപ്പൊ ഈ ഒരു നിയമത്തിന്റെ അകത്തുള്ള പ്രൊവിഷൻസ് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരു സ്യൂട്ടോ ഇൻജങ്ഷനോ ഇതാരും ഈ പറയുന്ന സ്യൂട്ടോ ഇൻജങ്ഷനോ ഒന്നും ഒരു സിവിൽ കോടതിയും സ്വീകരിക്കാൻ പാടില്ല. No civil court shall entertain any suit, application or other proceeding in respect of any order issued under this act, and no such order shall be called in question otherwise than by way of appeal under this act. അപ്പൊ അപ്പീൽ എന്നുള്ളൊരു കാരണത്താലല്ലാതെ ഒരു തരത്തിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്യൂട്ടോ ആപ്ലിക്കേഷനോ ഇഞ്ചക്ഷനോ ഒന്നും ഒരു സിവിൽ കോടതിയും സ്വീകരിക്കാൻ പാടില്ല. ഇനി സെക്ഷൻ 11ലേക്ക് വരുന്ന സമയത്ത് പവർ ടു മേക്ക് റൂൾസ്. അപ്പോൾ ഈ ഒരു നിയമത്തിന്റെ ബേസിസിൽ, അതായത് കേരള സംസ്ഥാന സേവനാവകാശ നിയമം 2012 ബേസിസിൽ റൂൾസ് നിർമ്മിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനുണ്ട്. അപ്പൊ അങ്ങനെ റൂൾസ് നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? സംസ്ഥാനം എന്ത് ചെയ്യണം? ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴിയാണ് ഈ പറയുന്ന റൂൾസ് നിർമ്മിക്കുന്നത്, റൂൾസ് നോട്ടിഫൈ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ നിർമ്മിക്കുന്ന റൂൾസുകൾ സംസ്ഥാന നിയമസഭയ്ക്ക് മുൻപാകെ 14 ദിവസം, ഒരു സിറ്റിംഗിലോ അല്ലെങ്കിൽ ഒരു സെഷനിലോ ഒന്നിലേറെ സെഷൻസിലായിട്ടോ 14 ദിവസമെങ്കിലും സഭയുടെ മുൻപാകെ ഹാജരാക്കിയിരിക്കണം. Every rule made under this act shall be laid as soon as may be after it is made before the legislative assembly while it is in session for a total period of 14 days which may be comprised in ഒരു സെഷൻ അല്ലെങ്കിൽ ഒന്നിലേറെ സെഷൻസിലായിട്ട് ഈ ഒരു കാര്യം ചെയ്യണം. ഇനി ഈ പറയുന്ന നമ്മുടെ സഭ പറയുന്നു ഈ പറയുന്ന റൂൾസിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട്, ഈ റൂൾസ് നമ്മുടെ ആക്ടിന്റെ ബേസിക് പ്രൊവിഷനെ വയലേറ്റ് ചെയ്യുന്നു, അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ റൂള് ക്യാൻസൽ ആവും, അല്ലെങ്കിൽ ഈ നിയമസഭ പറയുന്ന രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് ആ റൂൾസിൽ കൊണ്ടുവരും. ഇനി നിയമസഭ അതേപോലെ തന്നെ അംഗീകരിച്ചാൽ അതേപോലെ തന്നെ അംഗീകരിക്കും. ഇപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ, നിയുക്ത നിയമനിർമ്മാണം എന്ന് പറയുന്നത്. സർക്കാരിന്റെ നിയമനിർമ്മാണത്തിന്റെ ഒരു അധികാരമാണ്. ഇനി അടുത്ത സെക്ഷൻ 12, അവസാനത്തെ സെക്ഷൻ ആണ് സെക്ഷൻ 12, പവർ ടു റിമൂവ് ഡിഫിക്കൽട്ടീസ്. അപ്പൊ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിൽ അല്ലെങ്കിൽ കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ട്, റൂൾസിലോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ മാറ്റാനുള്ള സർക്കാരിന്റെ അധികാരത്തെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 12. സർക്കാരിന്റെ അധികാരത്തെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 12. അപ്പൊ ഇതും ഈ പറയുന്ന മാറ്റങ്ങൾ ഒരു ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി മാറ്റാവുന്നതാണ്. അപ്പൊ അതേപോലെ തന്നെ ഇങ്ങനെ വരുന്ന മാറ്റങ്ങളോ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വന്ന് 2 വർഷത്തിനുള്ളിൽ ഈ മാറ്റങ്ങൾ കൊണ്ടുവരണം. അതും കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഒട്ടുമിക്ക നിയമങ്ങളിലും ഒരു 99% നിയമങ്ങളിലും ഏതെങ്കിലും ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ മാറ്റാനുള്ള അധികാരം അത് ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ആയാണ് ആ തടസ്സങ്ങളൊക്കെ മാറ്റുന്നത്. അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് ഒരു കാലാവധിയുണ്ട്. നിയമം നിലവിൽ വന്ന് 2 വർഷത്തിനുള്ളിൽ ഈ മാറ്റങ്ങൾ കൊണ്ടുവരണം. Where any difficulty arises giving effect to the provisions of this act, the government may, by order published in Gazette, as occasion may require, do anything which are considered necessary for them and not inconsistent with the provisions of this act or rules made thereof for the purpose of removing such difficulty, provided that no such order shall be issued under this act after expiry of 2 years from the date of commencement of this act. ഈ ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്ന ദിവസം മുതൽ 2 വർഷത്തിനുള്ളിലായിരിക്കണം ഈ മാറ്റങ്ങളെല്ലാം കൊണ്ടുവരാൻ. ഇനി അപ്പൊ ഈ പറയുന്ന മാറ്റങ്ങളും നിയമസഭയ്ക്ക് മുൻപാകെ സമർപ്പിക്കണം. Every order issued shall be laid before the legislative assembly as soon as may be after it is issued. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കേരള സംസ്ഥാന സേവനാവകാശ നിയമം 2012 ചെറിയ ആക്ടാണ്, 12 സെക്ഷൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഇമ്പോർട്ടൻ്റ് ആക്ട്സിൽ നിങ്ങളുടെ ആ സിലബസിൽ പറഞ്ഞ എല്ലാ ആക്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുള്ളത് തന്നെയാണ്. അപ്പം നന്നായി പഠിക്കുക. താങ്ക്